ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളിസ് പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്കനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. സൂര്യകാന്തി തോട്ടമൊരുക്കി നാട്ടുകാർക്ക് കാഴ്ചയുടെ വസന്തമൊരുക്കിയ കർഷകരെ അഭിനന്ദിച്ച് എ.പി. അനിൽകുമാർ എം.എൽ.എ. പോരൂർ ചെറുകോട് 28 സൂര്യകാന്തി തോട്ടത്തിലെത്തിയാണ് എം.എൽ.എ. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കർഷകരെ അഭിനന്ദിച്ചത്. ചെറുകോട് സ്വദേശിയായ പൊറ്റയിൽ സീമാമുവിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത 5ാമത്തെ സൂര്യകാന്തി തോട്ടമാണ് ചെറുകോട് 28 പൂത്തുനിൽക്കുന്നത്. ഗുണ്ടൽപേട്ടയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സീമാമു അവിടെ സൂര്യകാന്തി പൂത്തുനിൽക്കുന്നത് കാണാൻ നിരവധി ആളുകൾ എത്തിയതോടെയാണ് നാട്ടിൽ സൂര്യകാന്തി തോട്ടം ഒരുക്കണമെന്ന മോഹം ഉദിച്ചത്. ഗുണ്ടൽപേട്ടയിൽ നിന്ന് വിത്തുകൾ എത്തിച്ച പൂക്കുട്ടുംപാടം, മമ്പാട്, പേലിപ്പുറം, മഞ്ചേരി, മുട്ടിപ്പാലം എന്നിവിടങ്ങളിൽ നേരത്തെ നടത്തിയ കൃഷി വിജയകരമായിരുന്നു. സുഹൃത്തുക്കളും നാട്ടുകാരുമായ സി.പി. ഉമ്മർ, ചെറിയപ്പ ഏലംകുളം എന്നിവരും ഇത്തവണ സൂര്യകാന്തി കൃഷിയിൽ കൂട്ടിനുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കാണാനും ഫോട്ടോകൾ എടുക്കാനുമെല്ലാം നിരവധി പേരാണ് ഇവിടെ ദിവസവും എത്തുന്നത്. ഗുണ്ടൽപേട്ടയിലെ പോലെ കൃഷി എന്ന നിലയിൽ ലാഭമില്ലെങ്കിലും പ്രദർശനത്തിന് അവസരമൊരുക്കി നാട്ടുകാർക്ക് ആസ്വദിക്കാൻ അവസരമൊരുക്കിയത് അഭിനന്ദനീയാർഹമാണെന്ന് സന്ദർശകനായെത്തിയ എ.പി. അനിൽകുമാർ എം.എൽ.എ. പറഞ്ഞു. ഓരോ പഞ്ചായത്തില് വളരെ നമ്മുടെ ജില്ലയ്ക്ക് പുറത്തും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട സൂര്യകാന്തി പൂക്കളുടെ കൃഷി നടത്തി അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ വരികയും ഇവിടേക്ക് വളരെയധികം ആളുകൾ കടന്നു വരികയും ചെയ്തിട്ടുള്ള സൂര്യകാന്തി പൂക്കളുടെ കൃഷി നടക്കുന്ന സ്ഥലത്താണുള്ളത്. ഈ കൃഷിക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ ഉമ്മറാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ശ്രീ ചെറിയാപ്പു, സി മാമു ഇവരൊക്കെ ചേർന്നാണ് ഈ ഒരു സൂര്യകാന്തി പൂക്കളുടെ കൃഷി നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവരിതിന് മുമ്പ് 1-2 സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. മുമ്പൊക്കെ സൂര്യകാന്തി പൂക്കൾ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ട് എന്ന് തന്നെ പറയാൻ കഴിയില്ല. നമുക്ക് കർണാടകയിൽ പോകുമ്പോൾ ഗുണ്ടൽപേട്ടും അതുപോലെ തന്നെ കർണാടക വിവിധ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഏക്കർ കണക്കിന് സൂര്യകാന്തി പൂക്കൾ മനോഹരമായി വിരിഞ്ഞു നിൽക്കുക കാണാൻ കഴിയും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് നാട്ടിലുണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഉമ്മറും സഹപ്രവർത്തകരും അത് നമ്മുടെ നാട്ടിലും സൂര്യകാന്തി പൂക്കൾ വിരിയിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ്, ഇതിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരു കാർഷികമായിട്ടാണത് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ അത്ര പ്രോഫിറ്റ് മുന്നിൽ കണ്ടല്ല. ഇവിടെ അവർ ഒരുപാട് സാമ്പത്തികം ചെലവഴിച്ചാണ്, അവർക്കൊരു പ്രത്യേക താല്പര്യം ഈ ഒരു കൃഷിയോടുള്ളതുകൊണ്ടാണ് ഇത് നടത്തുന്നത്. ഇത് നമുക്ക് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഈ സൂര്യകാന്തി പൂക്കളുടെ കൃഷി നടത്തി ആളുകൾക്ക് ഒരു സൂര്യകാന്തി പൂക്കൾക്കിടയിൽ വരാനും അത് കാണുവാനും ഫോട്ടോ എടുക്കുവാനും അല്പസമയം ചെലവഴിക്കാനൊക്കെ അവസരം ഒരുക്കിയതിന് ഞാൻ പ്രിയപ്പെട്ട ശ്രീ ഉമ്മർ അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് കൃഷിയുള്ളത്. കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതിനാലാണ് ചെറിയൊരു തുക ഈടാക്കി പ്രദർശനത്തിലേക്ക് തിരിഞ്ഞത്. പ്രദർശനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാനും പദ്ധതിയുണ്ട്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഫ്രഷ് ആൻഡ് യൂസ്ഡ് ടയറുകൾ ഇനി വിശ്വസ്തയോടെ വാങ്ങാം. അലോയ് വീൽ, അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, കാർ വാഷിംഗ് സേവനങ്ങളും. റാസ് ടയേഴ്സ്, പുളിയക്കോട്, വണ്ടൂർ.